ഇപ്പോൾ ഈ അടുത്ത് ഒരുപാട് ഹൊറർ ജോണർ മൂവീസ് വരുന്നുണ്ട്. പക്ഷേ അതൊരു കുറച്ച് കോമ്പിനേഷൻ പോലെയാണ് വരുന്നത്. ഒരു എന്താണ് ഹൊറർ കോമഡി അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ പോലത്തെ പരിപാടികൾ. ഇതങ്ങനെയൊന്നുമില്ല, സ്ട്രൈറ്റ് ഹൊറർ പ്രേതപ്പടം. ഹൊറർ എനിക്കത്ര ഫേവറേറ്റ് ജോണറൊന്നുമല്ല. ഭൂതകാലം കണ്ടു തുടങ്ങിയതിന് ശേഷം ഓക്കെ, ഇതൊരു എക്സ്പെരിമെൻ്റൽ കൈൻഡ് ഓഫ് പടമാണ്, ഹൊറർ ഇങ്ങനെ എടുക്കാം. നമ്മൾ മലയാളത്തിലും അല്ലെങ്കിൽ മറ്റു ഭാഷകളിലൊക്കെ കണ്ടുവന്നിരുന്നൊരു ടിപ്പിക്കൽ സ്റ്റൈലുണ്ടല്ലോ, കുറച്ച് ജംപ് സ്കെയർസും അങ്ങനെ കുറച്ച് ഗിമ്മിക്സ് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് എക്സോർസിസമൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഹൊറർ മൂവീസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ നമ്മൾ കണ്ടു വളർന്ന ശീലിച്ച ഹൊറർ ജോണറിലുള്ള പടങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഭൂതകാലം കണ്ടത്. പിന്നെ ഓഫ് കോഴ്സ് ബ്രഹ്മയുഗം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡയറക്ടറായിട്ടുള്ള രാഹുൽ സദാശിവൻ, അദ്ദേഹത്തിൻ്റെ പുതിയ പടം DS ഈറേ എന്നാണ്, പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്നറിയില്ല, DS ഈറേ, പ്രണവ് മോഹൻലാൽ. അതിൻ്റെ ട്വിറ്ററിലെ ഒരു അനൗൺസ്മെൻറ്റ്, അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് പോലെയൊക്കെ വന്നപ്പോഴത്തേക്ക് തന്നെ ഓക്കെ കൊള്ളാം. അതിൻ്റെ പോസ്റ്റർ തുടർന്ന് വന്ന സാധനങ്ങളും ടീസറും കാര്യങ്ങളൊക്കെ നല്ല ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴുണ്ട് 31-ാം തീയതി ഒക്ടോബർ 31-ന് വേൾഡ് വൈഡ് റിലീസ് അനൗൺസ് ചെയ്യുന്നു. അങ്ങനെ വേൾഡ് വൈഡായിട്ട് തിയേറ്ററിൽ പടം റിലീസ് പ്രഖ്യാപിച്ചതിൻ്റെ തലേ ദിവസം രാത്രി 9:30 ഒരു സ്പെഷ്യൽ ഷോ വെച്ചു. ഹൗസ്ഫുൾ, എല്ലാ ഷോയും ഹൗസ്ഫുൾ. DS ഈറേ എന്നുള്ള വാക്കൊരു ലാറ്റിൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അത് പിന്നീട് പടത്തിൽ പറയുന്നുമുണ്ട്. അപ്പോൾ ടീമൊക്കെ സെയിം ടീം തന്നെ, ക്രിസ്റ്റോ സേവിയർ മ്യൂസിക്, ഷനാസ് ജലാലിൻ്റെ ക്യാമറ. ഇപ്പോൾ വരുന്നതിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു എഡിറ്റർ കൂടെയാണ് അദ്ദേഹം, ഷഫീഖ് മുഹമ്മദ് അലി. അങ്ങനെ ഒരു ഗംഭീര ടീം പടത്തിലുണ്ട്. അതേപോലെ വൈ നോട്ട് സ്റ്റുഡിയോസ് പോലുള്ള ടീം പ്രൊഡക്ഷൻ കമ്പനികൾ ഇതിനകത്ത് ജോയിൻ ചെയ്തു. ബ്രഹ്മയുഗവരാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ മേക്കിങ്ങിലോ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലോ ഒന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാം ടോപ്പ് നോച്ച് തന്നെയാണ്. രാഹുൽ സദാശിവൻ എന്നുള്ള ഒരു യങ് ബ്രില്യൻ ഡയറക്ടറുടെ കഴിവ് തന്നെയാണ് നമ്മളെ ഈ പടത്തിന് വേണ്ടി എക്സൈറ്റ് ചെയ്യിക്കുന്ന ആദ്യത്തെ ഘടകം. എന്നിരുന്നാലും എനിക്ക് പ്രണവിൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ടിൽ ദ ഡേറ്റ് പുള്ളിക്കാരൻ കൊടുത്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സംഗതിയാണ്. മിനിമൽ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് പുള്ളി നടത്തുന്നൊരു പ്ലേ ഭയങ്കര രസമായിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ബ്രഹ്മയുഗത്തിൽ കണ്ടതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചോരയുടെ കളർ പോലും ഇല്ലാതെ നമ്മൾ എത്രത്തോളം പേടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പുള്ളി തെളിയിച്ചതാണ്. ഈ പടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു തിക്ക് ബ്ലഡ് റെഡ് കളർ ഉണ്ടല്ലോ, അത് ശരിക്കും ഭയങ്കര ഒരു അട്രാക്റ്റീവാണ്. അതിൻ്റെ പോസ്റ്ററിൻ്റെയും കളറിൻ്റെയും കാര്യം പറയുമ്പോഴത്തേക്ക് എടുത്തു പറയേണ്ട ആളാണ് ഈസ്തറ്റിക് കുഞ്ഞമ്മ, അരുൺ അജികുമാർ എന്ന് പറഞ്ഞ പയ്യൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുമുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ പോസ്റ്റർ മേക്കിങ് പരിപാടികളും ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, അവൻ്റെ പെർഫോമൻസ് നല്ല മെച്യൂറായിട്ടുള്ള പെർഫോമൻസ് പടക്കളം പടത്തിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ കുറച്ച് ആൾക്കാർ നമ്മൾ സ്ഥിരം പോലീസുകാരനായിട്ടൊക്കെ വരുന്നൊരു, എനിക്ക് പടങ്ങളിൽ സ്ഥിരം പോലീസുകാരനായിട്ട് വരുന്നത്, പുള്ളി പോലീസുകാരനാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അങ്ങനെ കുറച്ച് നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. കാസ്റ്റും എല്ലാം നല്ല പെർഫെക്റ്റ് മാച്ചിങ് ആയിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഹൊറർ പടം കാണുമ്പോഴത്തേക്ക് നമ്മൾ പേടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് റെഡി ആയിട്ടാണല്ലോ പോയിരിക്കാറ്. നമ്മൾ പുറം പിരിക്കുക എന്ന് അറിയത്തില്ലേ, നമ്മൾ ആ ഒരു ഗൂസ് ബംസ് സാധനം, അത് നമുക്കൊരു 3-4-5 സീനിൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഓ കൊള്ളാം, ഇത് കലക്കി, ഇത് നമ്മൾ പ്ലാൻ ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ലല്ലോ എന്ന് പറയുന്ന രീതിയിൽ അത്രയും നല്ല രസമായിട്ട് കുറേ നല്ല സീനുകൾ വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഉപരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പ്രണവിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് സ്ട്രഗിൾ, പുള്ളിക്കാരൻ്റെ ഇമോഷൻ, പുള്ളി കടന്നു പോകുന്ന കുറേ സാധനങ്ങൾ, കുറേ നമുക്ക് പറയുന്നത് ഒരു മൈക്രോ എക്സ്പ്രഷൻസ് എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ നമുക്ക് കിട്ടണം. പിന്നെ എടുത്തു പറയേണ്ടത് ലൊക്കേഷൻ. രാഹുൽ സദാശിവൻ്റെ പടത്തിനകത്ത് ഇപ്പോൾ ഭൂതകാലത്തിലെ ആ വീട്, അതേപോലെ ബ്രഹ്മയുഗത്തിലെ ആ തറവാട്, അപ്പോൾ നമുക്ക് ആ ഒരു യുണീക്നെസ് ഉണ്ട് ആ ഒരു ലൊക്കേഷന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടങ്ങളിലുള്ള ആ ഒരു ലൊക്കേഷൻ്റെ യുണീക്നെസ് ഇതിലും അതേ കണക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് പ്രണവ് താമസിക്കുന്ന ആ ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു സംഗതിയുണ്ട്. അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ പതിയുന്ന രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ആർക്കിടെക്ചർ തന്നെയാണ് ആ പടത്തിന് ചെയ്തിരിക്കുന്നത്. ഈ പടത്തിൻ്റെ കുറച്ച് സംഗതികളൊക്കെ റിവീലായി വരുന്ന സമയത്ത് പടം കുറച്ചൊന്ന് ഡൗൺ ആയി പോകുന്നൊരു പൊസിഷനിൽ ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് വെച്ച് ശരിക്കും നന്നായിട്ട് കയറി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രണവ്, അതേപോലെ ജിബിൻ ഗോപിനാഥ്, നേരത്തെ പറഞ്ഞ സ്ഥിരം പോലീസ് ഓഫീസർ, പുള്ളിയുടെയൊക്കെ പെർഫോമൻസ് വെച്ചിട്ട് കുറച്ച് നല്ല രീതിയിൽ ആ സീനങ്ങ് എലിവേറ്റ് ആയി പോകുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിമിനുള്ളൊരു ചെറിയ സംഭവമേ ഉള്ളൂ, പക്ഷേ അത് അത്രയും നല്ല ഗംഭീരമായിട്ട് നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ തന്നെ അതിനെ കൊണ്ടുവന്ന് ബിൽഡ് ചെയ്ത് നമുക്ക് ആ ഒരു എലിവേഷൻ തരേണ്ട സ്ഥലത്ത് എലിവേറ്റ് ചെയ്ത് അത്ര ഗംഭീരമായിട്ടാണ് പടം മേക്ക് ചെയ്തിരിക്കുന്നത്. ഗോ ആൻഡ് വാച്ച്, നിർബന്ധമായും നിങ്ങളിത് തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ടതാണ്. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ ഹൊറർ മൂവീസ് പലതും വീട്ടിൽ ലാപ്ടോപ്പിൽ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഞ്ചോറിങ് 2 കൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. പക്ഷേ അതിൽ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിലിരുന്ന ആൾക്കാർ, നമ്മളിപ്പോൾ പ്രേതം വരും പേടിക്കും എന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോഴത്തേക്ക് കൂടെയുള്ള ആളുകൾ ബഹളം വെക്കുകയും ഒരു നല്ല ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുക എന്നുള്ളതൊരു വലിയ പ്രധാനമുള്ള കാര്യമാണ്. അപ്പോൾ നല്ലൊരു ഓഡിയോ വിഷ്വൽ ക്വാളിറ്റി ഉള്ളൊരു തിയേറ്ററിൽ നല്ല ക്രൗഡിനോടൊപ്പം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും.
ഗോ ആൻഡ് വാച്ച് ദ മൂവി ഡിയസ് എറേ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.